ഗായ്സ് നമ്മൾ ഇന്ന് പൂരം എക്സിബിഷൻ കാണാൻ പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് തൃശ്ശൂർ ബെൽറ്റ് പൊട്ടിയിട്ട് ഗായ്സ് നമ്മളിവിടെ എത്തി. നമ്മൾ ടിക്കറ്റ് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് നല്ല തിരക്കാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്ക് പോകാം. കടയിലൊക്കെ കയറി നമുക്ക് അയച്ചു നോക്കാം. അപ്പോൾ ഗായ്സ് ആ പച്ച ഷർട്ട് ഒരു കുട്ടീനെ കണ്ടോ? അതാണ് ഞങ്ങളുടെ മാമൻ. ഗായ്സ് മാമൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ടിക്കറ്റ് ഒക്കെ മേടിച്ചു. ഇനി ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയത് തന്നെ എത്ര മണിക്കാണ്? നമ്മളിവിടെ എത്തിയത് 8 മണിക്കാണ് ഗായ്സ്. നമ്മളെങ്ങനെ അപ്പോൾ ഗൈസ് ഫസ്റ്റ് കടയിൽ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ബെഡ്ഷീറ്റ്. ചോപ്പ്, ബ്രൗൺ, എന്തൊക്കെ കളറാണ്. അപ്പോൾ ഗൈസ് അടുത്ത കട കുറേ കമ്മലുകളുണ്ട്. അപ്പുറത്ത് വാച്ച് വെക്കുന്നുണ്ട് കേട്ടോ. വാച്ചുണ്ട്, കുറേ ടോയ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇതാക്കണോ മുകളിൽ ടോയ്സ് കണ്ടോ. മുമ്പിലത്തെ ഇത്ത് നടന്നു പോകുന്നു. ഇതാ ഇപ്പുറത്ത് ഞാൻ. അപ്പൊ ഗൈസ് അടുത്തത് വീട്ടിലത്തെ സാധനങ്ങളുടെ കടയാണ് കേട്ടോ. മുകളിൽ എന്താ കുറെ പ്ലേറ്റുകൾ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേറ്റുകളാണ് കേട്ടോ. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം പറഞ്ഞ എല്ലാം ഗൈസ് ഇവിടെ കുറെ സ്റ്റീൽ പാത്രങ്ങളുണ്ട് കേട്ടോ. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ്. ശില്പയാണ്. നോക്കൂ, അതാ അമ്മായി. ഇതാണ് ഇതൊക്കെ കാട്ടുന്നത്. ഇതാ രോഹിത്, അതാ കുട്ടി. ഇതാ കുറേ ഉണ്ട് ആൾക്കാർ. ഇതാ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഇതാ അപ്പുറത്ത് വാച്ചുകട ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അത് വാച്ചുകടയാണേ. ഇത് മഗ്ഗിൻ്റെ കടയാണ് കണ്ടോ. നല്ല അടിപൊളി മഗ്ഗാണ്. എനിക്ക് ഇഷ്ടമായിട്ടോ സ്മൈലിയുടെ മഗ്ഗൊക്കെ. ഇപ്പം ഗൈസ് 4 മഗ്ഗിന് 100 രൂപ ആയിട്ട് വരാം. ഗൈസ് ഈ സെക്ഷൻ ടോപ്സിൻ്റെ ആണ് കേട്ടോ. കുറേ ടോപ്സൊക്കെ ഉണ്ട്. കോട്ട് ടോപ്സ്, ക്രോപ്പ് ടോപ്സ് ഒക്കെ കണ്ടത്. നല്ല അടിപൊളി ടോപ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാം. അടുത്തത് ഇതാ കമ്മലത്തെ കടയാണ് കേട്ടോ. ഇതാ നല്ല ജിമിക്കി കമ്മലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കമ്മലാട്ടോ. അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സ്റ്റെഡൊക്കെ ഉണ്ട് താഴെ. ഇതാ ഇവിടെ കൂടുതലും ഹെയർ ആക്സസറീസ് ആണ്. ഞാൻ ഇതിലൊരു ബോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ മുകളിൽ ടോയ്സ് ഒക്കെ വേറെ ആയിട്ട്. അപ്പുറത്ത് പൊട്ടുണ്ട്. അതുകൊണ്ട് കുറേ ബാംഗിൾസും ഗൈസ് കുറേ വളയും മാലയും കുറേ ക്ലിപ്പൊക്കെ ഉണ്ട്. മറ്റേ മാറ്റുന്ന ക്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ചേച്ചി പറഞ്ഞെടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട്. ഇതാ നല്ല വെറൈറ്റി കുപ്പിവളകളുണ്ട്. ഗായ്സ് ആ വള നല്ല ഭംഗിയുണ്ട് കണ്ടോ. അതുപോലെ ട്രഡീഷണൽ ഡ്രസ്സിനൊക്കെ അടിപൊളിയാവും. പിന്നെ ഇതാ ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് കണ്ടോ അടിപൊളി നെക്ലസ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആ മാല അടിപൊളിയാണ്. എന്തോ യൂണിക്കോണിൻ്റെ മാല കേട്ടോ. ഇതാ അപ്പുറത്തെ നല്ല അടിപൊളി ഹാൻഡ് ബാഗ്സും ബാഗ്സൊക്കെയാണ്. ഇത് കണ്ടോ ചെറിയ ബാഗ്സ്. ആ പേർപ്പിൾ കളർ ബാഗ് അടിപൊളിയുണ്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഗൈസ് ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ചെരുപ്പുകളുണ്ട്. പഞ്ചാബി ചെരുപ്പൊക്കെ ഞങ്ങൾ അങ്ങനത്തെ മേടിക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ബ്രൗൺ കളറിനാണ് ചോക്ലേറ്റ് മേടിച്ചോ? ലോലിപോപ്പ് ഉണ്ട്, സിഗരറ്റിന്റെ മിഠായി ഉണ്ട്, ലോലിപോപ്പ് കോലു പുളിമിഠായി ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ബാക്കിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ നോക്കുകയാണ് ഏതൊക്കെ മിഠായി വാങ്ങണം എന്ന്. പിന്നെ ഞങ്ങൾ തൊപ്പി വിൽക്കുന്ന കട കണ്ടു. ഇതാ കണ്ടോ, മങ്കി ക്യാപ്പ് ഉണ്ട്, എന്താ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ക്യാപ്പ് ഉണ്ട്. പക്ഷേ ഈ കേരളത്തിലാണെങ്കിൽ ഒടുക്കത്തെ ചൂടാട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ കയറി. ഞാൻ റെഡ് വെൽവെറ്റ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്ലേവറാണ്. പിന്നെ ചേച്ചി എടുത്തത് പിസ്തയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുതിയ ഫ്ലേവറാട്ടോ ട്രൈ ചെയ്ത്. ഞങ്ങളൊരു സ്ഥലത്ത് ഇത് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കട്ടെ ഗായ്സ്. ഇത്ര എന്തൊക്കെയൊക്കെയോ ഐസ്ക്രീം കഴിക്കുന്നപ്പോഴേക്കും ഞാനിപ്പോൾ കടയിലേക്ക് പോകാം. ഗായ്സ് ഇതൊരു മെഷീനാണ്. ഇപ്പോൾ മാച്ചിൽ വല്ല പൊടിയോ കാരണം എന്തോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. അതിന് ബാറ്റ് ചാർജ് ചെയ്യാതൊന്നും വേണ്ട, സിമ്പിളായിട്ട് റബ്ബ് ചെയ്താൽ മതി, എല്ലാ പൊടിയും വന്നോളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ നമ്മൾ അച്ചാർ കടയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു അച്ചാർ മേടിച്ചിട്ടുണ്ട്. അതേതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഞാൻ ചേച്ചി കുറേ അച്ചാർ ടേസ്റ്റ് നോക്കി, എക്സ്പ്രഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. ചേച്ചി ഒരു അച്ചാർ ടേസ്റ്റ് ചെയ്യാണ്. ഇത്തുന് അച്ചാർ വേണ്ട? ഇത്തു അച്ചാർ വേണോ? നമ്മുടെ എക്സൈറ്റിംഗ് പാർട്ടായ നമ്മുടെ റാഡിക്കൽ കത്തി ഗുളാക്കെ കേട്ടോ. പക്ഷെ ഞങ്ങൾ കയറിയില്ലേന്നുള്ളൂ. ദാ അപ്പുറത്ത് ബോട്ടുണ്ട്, ഞങ്ങൾ എല്ലാത്തിലും കയറിട്ടോ. ഏത് റൈഡിലാ കയറണ്ടേ? ട്രെയിനിലോ? subscribe.